ഇന്നെന്തായാലും ചർച്ചകളൊന്നും ഉണ്ടായില്ലല്ലോ ഇല്ലേ? തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടോ കിരൺ? മഞ്ജുഷ, തീരുമാനമായിട്ടില്ല എന്നത് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. തീരുമാനം ആയി വെച്ചിട്ട് അത് പ്രഖ്യാപിക്കാൻ 2 ദിവസം കഴിയട്ടെ എന്ന മട്ടിലൊന്നും നിൽക്കുകയല്ല. ഇന്നലത്തെ ചർച്ചയുടെയൊക്കെ ഏറ്റവും ക്ലോസ് ആയ ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഏകദേശം അവർ പൊതുവായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊക്കെ അത്യാവശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ഡെഡ് ലോക്കിലേക്ക് പോയി എന്നുള്ളതാണ് കാരണം ഡെഡ് ലോക്കിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം MLA-മാരുടെ ഭൂരിപക്ഷം ആർക്ക്, അത് KC വേണുഗോപാലിനാണ് എന്നുള്ളത് അറിയിക്കുന്നു. അവിടെ രണ്ടുപേരും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രണ്ടുപേരും 2 ആർഗ്യുമെന്റ്സ് ആണ് ഉന്നയിക്കുന്നത്. രണ്ടുപേരും രമേശ് ചെന്നിത്തലയുടെ ആർഗ്യുമെന്റ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാണോ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത്? പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശനെ കൊണ്ടുവന്നത് ഹൈക്കമാൻഡിന്റെ താല്പര്യമായിരുന്നു. അത് ഞാൻ പൂർണ്ണമായും അംഗീകരിക്കായിരുന്നു. കഴിഞ്ഞ 5 വർഷവും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പലപ്പോഴും തനിക്ക് ഒട്ടേറെ അപമാനം നേരിടേണ്ടി വന്നു. തന്നെ സുപ്രധാന യോഗങ്ങളിൽ നടക്കാൻ മാറ്റി നിർത്തി. എന്നിട്ടൊന്നും താൻ പാർട്ടിക്കെതിരായ ഒരു അലോസരവും ഉണ്ടാക്കാതെ നിന്നു. ഇപ്പോഴും താൻ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രകടനങ്ങൾ നയിക്കുകയോ അല്ലെങ്കിൽ ഫ്ലെക്സ് വെക്കുകയോ അത്തരം സമ്മർദ്ദങ്ങൾ, അതായത് സാമൂഹ്യ ഗ്രൂപ്പുകളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെടിക്കുകയോ അങ്ങനെ ഒന്നും താൻ ചെയ്തിട്ടില്ല. താൻ പാർട്ടി അനുസരിച്ച് നിൽക്കുന്നു. രണ്ടാമത് വി ഡി സതീശന്റെ വാദം മറ്റൊന്നാണ്. വി ഡി സതീശൻ പറയുന്നത് തന്നെ പ്രതിപക്ഷ നേതാവായപ്പോൾ ഏൽപ്പിച്ച ചുമതല എന്ന് പറയുന്നത് രണ്ടാമത് സ്വാഭാവികമായും ജയിക്കേണ്ട ഒരു ഘട്ടത്തിൽ UDF പരാജയപ്പെട്ടു. ടീം UDF എന്ന നിലയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. താൻ ടീം UDF ബിൽഡ് ചെയ്തു. ടീം UDF ബിൽഡ് ചെയ്തപ്പോൾ ലോക്സഭയിലും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മികച്ച വിജയത്തിലേക്ക് നേടാൻ കഴിഞ്ഞു. ഈ നിയമസഭയിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയത്തിലേക്ക്. അത് ടീം UDF-ന്റെ വിജയമാണ്. അത് എല്ലാവരും അതിന് തുല്യ പങ്കുണ്ട്. തനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തുല്യ പങ്കുണ്ട്. ആ ടീം UDF-ന്റെ വികാരം എവിടെയും വ്രണപ്പെടാതെ സംരക്ഷിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. ഇവിടെയും ടീം UDF-നെ ആര് നയിക്കണമെന്ന് ടീം UDF-ന്റെ പൊതുവികാരം മാനിക്കണം. അത് ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കി മാനിക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് വിലപ്പോവില്ലെന്നറിയാം. അതുകൊണ്ട് ടീം UDF ആ UDF-ന്റെ പൊതുവികാരം മാനിക്കണം. പൊതുവികാരം അനുസരിച്ച് ആരാവണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കൂ എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതോടുകൂടി ആ വാദത്തിലും സ്വാഭാവികമായും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വാദമല്ല വി ഡി സതീശൻ ഉന്നയിച്ചതും രമേശ് ചെന്നിത്തല. അതിനുശേഷം ഇവരുമായിട്ടൊക്കെ പേഴ്സണലായിട്ട് ഖർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ ചർച്ച നടത്തി. പക്ഷെ ആരും സ്വന്തം നിലപാടിൽ നിന്ന് വിട്ട് മാറാൻ ആരും തയ്യാറായില്ല. ഇതിനൊക്കെ ഒടുവിൽ ഇവർ പരസ്യമായി സമ്മർദ്ദത്തിന്റെ തലത്തിലേക്ക് വന്നപ്പോഴാണ് പരസ്യമായി ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തിയ നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ചത്. ഖർഗെയും അതിരൂക്ഷമായി തന്നെ ഉന്നയിച്ചു. അക്കാര്യത്തിൽ പ്രധാനമായും KC വേണുഗോപാലിനും വി ഡി സതീശനുമാണ് അക്കാര്യത്തിൽ കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത്. രമേശ് ചെന്നിത്തല ഒരു പരിധിവരെയൊക്കെ ഞാൻ അതിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇവർ ആദ്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, അണികൾ ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. നിങ്ങളുടെ പൂർണ്ണമായ അറിവോട് കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്തത്. ഇത് പാർട്ടിയെ വോട്ട് ചെയ്ത സാധാരണക്കാരായ പ്രവർത്തകരെ അല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുടെ വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തുകയാണ് എന്ന മട്ടിൽ അതിന് അവസാനിക്കാതെ മുഖ്യമന്ത്രി തലത്തിലേക്ക് കടക്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം അറിയിച്ചു. അതിനുശേഷം എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കണം തയ്യാറാവണം എന്നുള്ളത് ഹൈക്കമാൻഡ് ഉചിതമായ ഒരു തീരുമാനമെടുക്കും. അത് അംഗീകരിക്കാൻ തയ്യാറാവണം. കിരൺ, ഇപ്പോൾ ഈ തെരുവിലെ പ്രക്ഷോഭം ഒന്ന് അടങ്ങി കാര്യങ്ങളൊന്ന് ശാന്തമായതിനു ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം, അങ്ങനെ നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 23-ാം തീയതി വരെ സമയമുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക്. അപ്പോൾ അതിനോട് അടുത്തുള്ള ഒരു തീയതിയിലേ ഉണ്ടാവുകയുള്ളൂ എന്നാണോ ദീപദാസ് മുൻഷി ഇന്നലെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ സമയമുണ്ടല്ലോ എന്നുള്ളതാണ് അല്ലേ? അത്രയും നീണ്ടുപോകാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. അത്രയും നീണ്ടുപോയാൽ അത് കോൺഗ്രസിന് വല്ലാത്ത രീതിയിൽ ദിവസങ്ങളോളം ചർച്ചയാവും. ഇനിയിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇതുവരെ ഈ വിഷയത്തിലേക്ക് കടന്നിരുന്നില്ല. കാരണം തമിഴ്നാടായിരുന്നു അവരുടെ ഇഷ്ട വിഷയം. ബംഗാളും തമിഴ്നാടും ഒക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇനി കേരളത്തിലേക്ക് വരും. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ നീണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോയില്ല. നാളെ നടക്കാനുള്ള സാധ്യത ഒരു പരിധിക്കപ്പുറം നമുക്ക് ഉറപ്പിച്ചു വരാൻ കഴിയില്ല. കാരണം നാളെ വൈകുന്നേരത്തോടു കൂടിയ ഖർഗെ തിരിച്ചെത്തു. രാഹുൽ ഗാന്ധി ഇന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഖർഗെയും രാഹുൽ ഗാന്ധിയും ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയുണ്ട് ഈ വിഷയത്തിൽ. സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടാൻ ഇവർ തീരുമാനമെടുത്തിട്ടുണ്ട്. സോണിയാഗാന്ധിയോട് ഇത്തരം ഘട്ടത്തിലൊക്കെ പല ഘട്ടത്തിലും സോണിയാഗാന്ധി അങ്ങനെ ഒരു അഭിപ്രായം കയറി കോൺഗ്രസ് പ്രസിഡന്റിനോടോ രാഹുൽ ഗാന്ധിയോടോ ഇന്നത് നടപ്പാക്കണമെന്ന് പറയുന്ന ഒരാളല്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞാൽ സോണിയാഗാന്ധി പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് പറയുന്ന ഒരാളല്ല. നേരത്തെ തൊട്ടേ സോണിയാഗാന്ധിയുടെ രീതി അതാണ്. സോണിയാഗാന്ധിയുടെ മുന്നിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അവർ ആ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ അന്വേഷിക്കും. സോണിയാഗാന്ധിക്ക് വിശ്വാസമുള്ള നേതാക്കളൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തും. ആശയവിനിമയം
തീരുമാനമെടുക്കുന്നത് സോണിയാഗാന്ധി ആയിരിക്കും, അല്ലാതെ ഈ പറയുന്ന നേതാക്കളായിരിക്കില്ല. സ്വാഭാവികമായും കേരളത്തിൽ അത് ഒന്നാമത് അങ്ങനെ ആശയവിനിമയം നടത്താൻ സാധ്യതയുള്ള ഒരാൾ എ കെ ആന്റണിയാണ്. എ കെ ആന്റണിയുമായി ആ തരത്തിൽ സോണിയാഗാന്ധി ആശയവിനിമയം നടത്താൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ 3 പേർക്കും സ്വാധീനിച്ച് അവരുടെ പേര് പറയിക്കാൻ കഴിയും എന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. എ കെ ആന്റണി അദ്ദേഹത്തിന് ഉചിതമായ, കോൺഗ്രസിന് ഉചിതമെന്ന് തോന്നുന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിക്കും UDF ഭാവിക്കും ഉചിതം എന്ന് തോന്നുന്ന ഒരു നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ, സോണിയാഗാന്ധി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല വിവരങ്ങൾ കിട്ടും. മറ്റൊരു ഏജൻസി കേരളത്തിൽ ഇപ്പോഴും പഠനം നടത്തുന്നുണ്ട്, ഇപ്പോഴും അവർ കേരളത്തിന്റെ രാഷ്ട്രീയം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അത് കൺഫേംഡ് അല്ല എന്നതുകൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ അങ്ങനെ ഒരു പഠനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വസനീയമായ ചില ഹൈക്കമാൻഡ് സോഴ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അവർ കേരളത്തിന്റെ രാഷ്ട്രീയവും ഒക്കെ അവർ പരമാവധി പരിശോധിക്കുന്നുണ്ട്. അത് ജനപ്രീതി എന്നുള്ള അപ്പുറത്തേക്ക് കേരളത്തിൽ ഇന്നയാൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ദോഷം എന്തൊക്കെയാണ്, ഗുണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, അത് പൊതുവായ മുന്നണിയുടെ ബന്ധത്തെ ബാധിക്കുമോ, കോൺഗ്രസിനകത്ത് ബാധിക്കുമോ? VD സതീശൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം? VD സതീശനെ പോലെ ഒരാൾ വന്നു കഴിയുമ്പോൾ ഇനി രമേശ് ചെന്നിത്തല മാറി നിൽക്കുമോ, KC വേണുഗോപാൽ മാറി നിൽക്കുമോ? അപ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? രമേശ് ചെന്നിത്തല വന്നാൽ എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവുക? അത്തരം കാര്യങ്ങളൊക്കെ അവർ വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധന കൂടി എന്തായാലും തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആളുടെ പേരിന് മുൻതൂക്കം കിട്ടില്ലല്ലോ. കാരണം KCക്കെതിരെ വലിയ വികാരമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് പാർട്ടിക്കാരിൽ നിന്നും ഉണ്ട്, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് KCക്ക് വിപരീതമായിട്ട് വരുമല്ലോ. മഞ്ജുഷ, അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇതിനെ നമുക്ക് ഒരാൾ ഇപ്പോൾ മറിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ആഗ്രഹിച്ചാൽ, ഞാൻ തീരുമാനിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ പ്രകടനങ്ങൾ കേരളത്തിൽ നടത്താൻ കഴിയും. ഗ്രൂപ്പ് സംവിധാനത്തിലടക്കം, ഇന്ത്യക്ക് താഴെത്തട്ടടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ പ്രകടനം നടത്താനും ഒക്കെയുള്ള സംവിധാനം എനിക്കുണ്ട്. ഇതിൽ കൂടുതൽ പോസ്റ്റർ വെക്കാനുള്ള സംവിധാനമുണ്ട്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാതിരിക്കുന്നത് പാർട്ടിയോടുള്ള. അപ്പോൾ ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്ന് കരുതി അത് കേരളത്തിന്റെ മൊത്തം പൊതുവികാരം VD സതീശന് അനുകൂലമാണ് എന്നൊന്നുമല്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം നയിച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശന് ചില പ്ലസ് പോയിന്റുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഘടകകക്ഷികളെ സംബന്ധിച്ചും ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നത് VD സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് തന്നെയാണ്. പക്ഷേ അത് കരുതി കേരളത്തിന്റെ പൊതുവികാരം മുഴുവൻ VD സതീശന് അനുകൂലമാണ് എന്നൊന്നും ഹൈക്കമാൻഡ് ഒരിക്കലും കണക്കൂട്ടില്ല. ഹൈക്കമാൻഡിന് കോൺഗ്രസിൽ ഓരോരുത്തരും എങ്ങനെയാണ്, ഒരാൾ ഇപ്പോൾ അങ്ങനെ കണക്കൂട്ടിയാൽ അവർ ഏറ്റവും ഒരു ഉദാഹരണം, ഈ സംശയം തന്നെ നമ്മൾ ചില നേതാക്കളുമായിട്ടൊക്കെ ഉന്നയിച്ചിരുന്നു. അവർ തിരിച്ചു ചോദിച്ച ഒരൊറ്റ ചോദ്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ നാളെ ഒറ്റ ദിവസം തീരുമാനിച്ചാൽ മതി, രാവിലെ തീരുമാനിച്ചാൽ വൈകിട്ട് കർണാടകയിൽ മുഴുവൻ റാലികൾ നടത്താൻ കഴിയുന്ന നേതാവാണ് DK ശിവകുമാർ. DK ശിവകുമാറിനോടൊപ്പം പാർട്ടി പ്രവർത്തകർ ആ മട്ടിലുണ്ട്. പാർട്ടിക്ക് പുറത്ത് വലിയ സ്വാധീനമുള്ള നേതാവ് സിദ്ധരാമയ്യാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന നേതാവ് സിദ്ധരാമയ്യാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ വലിയ സ്വാധീനമുള്ള നേതാവ്, അണികൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുള്ള നേതാവ് അത് DK ശിവകുമാർ തന്നെയാണ്. DK ശിവകുമാർ വിചാരിച്ചാൽ കർണാടകയിൽ എവിടെയും ഇതുപോലെ പ്രകടനം നടത്താം, ഫ്ലെക്സ് വെക്കാം, വേണമെങ്കിൽ റാലികൾ പോലും സംഘടിപ്പിക്കാൻ തയ്യാറാണ്. കേരളത്തിൽ അത്ര നേതാക്കളെ ആശ്രയിച്ച് കുറെ കൂടി കേരളത്തിലെ പണ്ട് ഗ്രൂപ്പിലൊക്കെ എങ്ങനെയായിരുന്നു നിൽക്കുന്നത്, അങ്ങനെ നേതാക്കളും അണികളും ഒക്കെ ഉള്ള ഒരു നാടാണ് കർണാടക. അപ്പോൾ നാളെ അവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും DK ശിവകുമാറിനൊപ്പമാണ് ജനവികാരം എന്ന് കണ്ട് DK ശിവകുമാരനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാൻ അതൊന്നും കഴിയില്ല. അത് കോൺഗ്രസിന്റെ രീതി അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാന്റെ ഉദാഹരണം എടുക്കൂ. രാജസ്ഥാനിൽ PCC അധ്യക്ഷൻ സച്ചിൻ പൈലറ്റ് ആയിരുന്നു. സച്ചിൻ പൈലറ്റ് നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ പിന്നണിയിൽ നിന്ന് മാത്രം നിൽക്കുകയായിരുന്നു ആ സമയത്തൊക്കെ അശോക് ഗെഹ്ലോട്ട്. പക്ഷേ MLA മാരുടെ ഭൂരിപക്ഷം വന്നത് അശോക് ഗെഹ്ലോട്ടിനാണ്. അവിടെ തീരുമാനം അശോക് ഗെഹ്ലോട്ടിന് അനുകൂലമായിട്ടാണ് ഹൈക്കമാൻഡ് എടുത്തത്. ഹൈക്കമാൻഡ് ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് വലിയ ഒരു സംസ്ഥാനത്തെ പാർട്ടി തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ അത്തരം വലിയ നഷ്ടങ്ങളൊക്കെ ആന്ധ്രാപ്രദേശിലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ അത്തരം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ എന്തുകൊണ്ടാണ് മറ്റു പാർട്ടിയിലേക്ക് പോയതെന്നും ഈ സച്ചിൻ പൈലറ്റിന്റെ മറ്റു പാർട്ടിയിലേക്ക് പോകാൻ ഉള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു. അതെന്തുകൊണ്ടാണ് തടസ്സപ്പെടുന്നത്? വസുന്ധരാജ സിന്ധ്യയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് BJP അക്കാര്യത്തിൽ തുടർച്ചപ്പെടുക്കാതെ പോയത്. അങ്ങനെ ഒരുപാട് കാരണമുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ എങ്ങനെയാണ് BJP-കാരനായി മാറിയപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ആധിപത്യം സംബന്ധിച്ച് BJP-യുടെ വലിയ ആധിപത്യത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴും പരമ്പരാഗതമായി അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ തീരുമാനമെടുക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇന്നലെ തന്നെ അവർക്ക് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് ഹൈക്കമാൻഡ് തീരുമാനം ഇതാണ്, ഇത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് കരുതി പ്രഖ്യാപിക്കാം. അവർ ചർച്ച നടത്തി നോക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ ചർച്ച അവസാനിപ്പിക്കും. പിന്നീട് അവർ കാത്തിരുന്ന ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ശൈലിയാണ്. അല്ലാതെ
ഘടകകക്ഷികളുടെ സമ്മർദ്ദം മാത്രമുണ്ടോ അല്ലെങ്കിൽ തെരുവിൽ ഏതെങ്കിലും തരത്തിൽ പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ട് അത് കേരളത്തിന്റെ പൊതുവികാരമായി കണക്കാക്കിയോ ഒന്നും തീരുമാനമെടുക്കില്ല. അവർക്ക് സതീശൻ വരുന്നതാണ് കോൺഗ്രസിനും UDF-നും കൂടുതൽ മെച്ചം, അങ്ങനെയാണ് ഭാവി കൂടുതൽ മെച്ചപ്പെടുത്തുന്നത്. അതാണ് അല്ലെങ്കിൽ ഇനി ഇവരെ മറ്റേ രണ്ടുപേരെ അപേക്ഷിച്ച് കൂടുതൽ പുതിയ തലമുറയുടെ നേതാവ് കൂടിയാണ് സതീശൻ. ചെറുപ്പക്കാരെയൊക്കെ ഇനി കൂടുതൽ ആകർഷിച്ച് നിർത്താനൊക്കെ കഴിയുന്ന നേതാവാണ് സതീശൻ. അങ്ങനെയൊക്കെയുള്ള പ്ലസ് പോയിന്റുകൾ ഒരുപാട് ഓരോരുത്തർക്കും അവരവരുടേതായ ഇത്തരം പ്ലസ് പോയിന്റുകളൊക്കെ ഉണ്ട്. അത് നോക്കിയാണ് തീരുമാനമെടുക്കുന്നത്. അത് ഇനി ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അക്കാര്യത്തിൽ നമുക്ക്